റെക്കോർഡിങ്ങുകളും പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഈ സംഗീത മേഖലയിലേക്ക് കടന്നു വന്നിട്ട്, അതും പ്രൊഫഷണലായിട്ട് ഈ ഒരു രംഗത്തോട്ട് വന്നിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു 10-28 കൊല്ലത്തോളമായി. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ദൈവത്തോട് നന്ദി പറയുകയാണ്. കുറേ നല്ല പാട്ടുകൾ പാടാനായിട്ട് ദൈവം അനുവദിച്ചു. ഒരു 10,000-ഓളം പാട്ടുകൾക്ക് മേലെ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ കുറേ നല്ല പാട്ടുകൾ, മാതാവിനെ വണങ്ങിക്കൊണ്ടുള്ള പാട്ടുകൾ പാടാൻ പറ്റി. ഒരിടയ്ക്ക് എനിക്ക് ഒരുപാട് മാതാവിന്റെ പാട്ടുകൾ പാടാനായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. അതില് എടുത്തു പറയേണ്ട ഒരു പാട്ടാണ് ഷാജി തുമ്പേച്ചിറൽ അച്ഛൻ്റെ എന്നമ്മയെ ഓർക്കുമ്പോൾ എന്നുള്ള പാട്ട്. കാരണം ആ പാട്ട് പാടാൻ പോകുമ്പോൾ ഉള്ളൊരു സാഹചര്യം, സ്റ്റുഡിയോയിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ്. കുറച്ചൊരു സങ്കടഭാവമുള്ളൊരു പാട്ടാണത്. അപ്പൊ എന്നോട് അച്ഛൻ അത് പാടാൻ, എനിക്കൊന്ന് ഞാൻ ഷാജി അച്ഛൻ്റെ ആദ്യം പാടുന്ന പാട്ട് ആ പാട്ടാണ്. പിന്നീട് ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ പറ്റി അച്ഛൻ്റെതായിട്ട്. അപ്പൊ അതിൽ ഈ പാട്ട് പാടാൻ ചെല്ലുമ്പോൾ എനിക്കൊന്ന് ഞാൻ 9-ലോ 10-ലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു, ഇത് വീഡിയോ എടുക്കുന്നുണ്ട്, ഇതിന് ഷൂട്ട് ചെയ്യും ചിലപ്പോൾ. അപ്പൊ അതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു തന്നു. ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മ മരിച്ചിട്ട് പള്ളിയിൽ കല്ലറങ്കിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷ്വലാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പാടുമ്പോൾ നമ്മൾ മാതാവിനോട് പ്രാർത്ഥന എന്നുള്ള രീതിയിലാണ് അത് പാടി തുടങ്ങിയത്. അപ്പൊ അച്ഛന് കുറച്ചും കൂടി എന്തോ അതിനുള്ളിലൊരു ഫീല്, അച്ഛൻ ഉദ്ദേശിക്കുന്ന ഒരു ഫീല് വരണം എന്നുള്ളത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. അവസാനം അച്ഛൻ എന്നോട് പറഞ്ഞു, എലിസബത്ത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടൊന്ന് പാടി നോക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ പാട്ട് പാടി മുഴുമിപ്പിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായി പോയി. കാരണം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിയുമ്പോൾ ഒരു അവസ്ഥ അത് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ഇങ്ങനെ വിതുമ്പിക്കൊണ്ട് പാടുന്നൊരു അവസ്ഥയാണത്. ശരിക്കും ലിറ്ററലി എനിക്ക് കരച്ചിൽ വരികയായിരുന്നു പാടാൻ നിൽക്കുമ്പോൾ. സൗണ്ടൊക്കെ അടഞ്ഞു പോകുന്നൊരു അവസ്ഥയായിരുന്നു അത്. എപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അന്നത്തെ ആ ഒരു ദിവസം അച്ഛനാ പറഞ്ഞു തന്ന കാര്യങ്ങളും ആ ഒരു മാനസികാവസ്ഥയൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലോട്ട് കടന്നു വരും. പക്ഷെ ആ പാട്ട് അത്രയും ഭംഗിയായി എന്ന് പിന്നീട് പലരും അഭിപ്രായം പറഞ്ഞു. ഭയങ്കര ഒരു ഫീലാണ് ആ പാട്ട് കേൾക്കുമ്പോൾ. എന്നെ കരഞ്ഞുകൊണ്ട് പാടുന്നൊരു പാട്ടാണ് ശരിക്കും. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലാ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. ഈ പാട്ട് മാതാവിന്റെ പാട്ടുകൾ ഞാൻ പാടിയതിൽ വളരെ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ് മരിയൻ എന്ന ആൽബത്തില്. പിന്നീട് വേറെയും പാട്ടുകൾ, ധാരാളം മാതാവിന്റെ പാട്ടുകൾ പാടാൻ പറ്റി. മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ
ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മാതാവിന്റെ പാട്ടുകൾ പാടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ വീടിന്റെ തൊട്ട് മുമ്പുള്ള പള്ളി സെന്റ് മേരീസ് ചാപ്പലാണ്, മാതാവിന്റെ പള്ളിയാണ്. മാതാവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കോളേജ് കഴിഞ്ഞ് റിസൾട്ട് വന്ന വഴി എനിക്ക് സ്കൂളിൽ നിന്ന് കോള് വന്നു, തേവരയിൽ നിന്ന്, ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, ജോലി. അപ്പൊ അത് ഒരു മ്യൂസിക് ടീച്ചറിന്റെ ജോലിയാണ്, സംഗീതം തന്നെയാണ് ആ മേഖല. അപ്പൊ എപ്പോഴും സംഗീതത്തിലായിരിക്കാനും പാട്ട് പാടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും ഉള്ളൊരു വലിയ ഭാഗ്യം ദൈവം തന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതെപ്പോഴും നന്ദിയോടെ ഓർക്കുകയാണ് ഞാൻ. പിന്നെ ഒരുപാട് നല്ല നല്ല മ്യൂസീഷ്യൻസിന്റെ കൂടെ പാട്ടുകൾ പാടാൻ പറ്റി. ഇപ്പം പറഞ്ഞ പോലെ ഷാജി അച്ഛൻ്റെ പാട്ടുകൾ, അച്ഛൻ്റെ പാട്ടുകൾ പാടുമ്പോൾ ഭയങ്കര ഒരു ചൈതന്യമാണ്, പ്രാർത്ഥനയാണ്. അച്ഛൻ എപ്പോഴും നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്ന കാണാം നമുക്ക്. അതുപോലെ പീറ്ററേട്ടൻ്റെ പാട്ടുകൾ, സ്നേഹത്തുവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം, സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താം. ഇത് ബേബി ചേട്ടനാണ് എൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാജിക്കലായിട്ട് തോന്നാറുണ്ട്. വളരെ നല്ല നല്ല പാട്ടുകൾ, ഹൃദയസ്പർശികളായിട്ടുള്ള പാട്ടുകൾ അവരുടെ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ അഴുകാത്ത നാവേ, അന്തോണീസ് പുണ്യവാളിനെ വാഴ്ത്തിക്കൊണ്ടുള്ള പാട്ട്, അതും ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്ക് കിട്ടിയൊരു പാട്ടാണ്. പിന്നെ അങ്ങേ തിരുമുറിവുകളിൽ മര്യാദാസ് അച്ഛൻ്റെ പാട്ട്, അതൊരു കമ്മ്യൂണിയൻ സോങ് ആണ്. പിന്നെ അതുപോലെ ഈ അടുത്ത് റിലീസായിട്ടുള്ള ഒരു കമ്മ്യൂണിയൻ സോങ് ഉണ്ട്, എന്നിൽ അലിഞ്ഞു എന്നുള്ള പാട്ട്. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ, എത്ര നാളായി കൊതിച്ചിടുന്നു നാഥ, എന്നെ നീയാക്കി മാറ്റിടണമേ, എന്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. സെബിനാണ് ഇതിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത്, കിരണിന്റെ ലിറിക്സിൽ. വളരെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഒത്തിരി സ്നേഹം നിങ്ങള് സംഗീത സ്നേഹികളായിട്ടുള്ള നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് ലഭിക്കാറുണ്ട്. അത് തന്നെ ഒരു വലിയ മോട്ടിവേഷനാണ്, വലിയൊരു ഇൻസ്പിറേഷനാണ്. കാരണം അവരെ ഒരു ദൈവത്തിലേക്ക് കുറച്ചും കൂടി അടുപ്പിക്കാനായിട്ട് നമ്മളൊരു മാധ്യമമായി, നമ്മളൊരു കാരണമായി എന്നുള്ളത് തന്നെ ഒരു വലിയ സന്തോഷമാണല്ലോ. അപ്പോൾ പലപ്പോഴും പുറത്തൊക്കെ, പ്രത്യേകിച്ച് എബ്രോഡൊക്കെ പ്രോഗ്രാമിൽ പോകുമ്പോൾ US കെസറ്റിൻ്റെ കൂടെ കുറേ ഷോസ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ അവർ വന്ന് നമ്മളോട് കൂടുതലായിട്ട് സംസാരിക്കും, അവരുമായിട്ട് കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഓഡിയൻസുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒത്തിരി നല്ല ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. അതൊരു വലിയ അനുഭവമാണ്, സന്തോഷമാണ്, സ്നേഹമാണ്. ആ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഓരോ മ്യൂസീഷ്യൻസിൻ്റെയും പല പല രീതികളാണ് നമ്മൾ സ്റ്റുഡിയോയിൽ ചെന്ന് കഴിയുമ്പോൾ. ഇപ്പോൾ ജെറി മാഷിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, മാഷ് വളരെ പെർട്ടിക്കുലർ ആണ്, എന്താണ് പാടിക്കേണ്ടത്, എന്താണ് സർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, അത് കൃത്യമായിട്ട് നമ്മൾ പാടുക എന്നുള്ളതാണ്. അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും സർ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാൽ ചില മ്യൂസീഷ്യൻസ് നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം തരുന്നവരായിരിക്കും. അപ്പം നമ്മളോട് പാട്ടിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ, ഇത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്ത് റെഡിയാക്കി തന്നോളൂ എന്ന് പറയും. അങ്ങനത്തെ വേറൊരു രീതിയിലാണ് അവർ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മോണിറ്റർ നോക്കുമ്പോൾ, സ്റ്റുഡിയോയിൽ പാടി നോക്കുമ്പോൾ പല രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ പാടി നോക്കും, ട്രൈ ഔട്ട് ചെയ്യും.
അപ്പോഴും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുന്നത് മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അവരുടെ സജഷൻസ് തീർച്ചയായിട്ടും ഇത് ബെറ്റർ ആണോ, ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് ഒരാളുണ്ടെങ്കിൽ നമുക്കതൊരു ധൈര്യമാണ്. ചില സമയത്ത് നമ്മൾ പാടി വരുമ്പോൾ ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്ലൈനിൽ നിന്ന് മാറിപ്പോയെന്നും വരാം. അപ്പം അത് ആ ഒരു ഔട്ട് ഓഫ് കൺട്രോളിലേക്ക് പോവാതെ നല്ല രീതിയിൽ പാടിക്കൊടുക്കുക എന്നുള്ളതാണല്ലോ. അത് മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടാണ് സ്റ്റുഡിയോയിൽ നിന്ന് പാടി പോരാറ്. അപ്പം അത് വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. അപ്പം നമുക്കും കുറച്ച് എന്താ പറയുക, നമ്മുടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ച് എക്സ്പെരിമെന്റ്സ് ചെയ്തത് എത്രത്തോളം ഭംഗിയായി എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഞാൻ സ്കൂളിൽ ഒരു പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അപ്പം അത് സ്റ്റേജിലൊക്കെ പ്രസന്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെയാണ്. അപ്പോഴാണ് ഞാൻ ശരിക്കും തിരിച്ചറിയുന്നത് സ്റ്റുഡിയോയിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് അതൊരാൾ പാടി കേട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇതൊരു ആസ് എ സിംഗർ നമ്മൾ സ്റ്റുഡിയോയിൽ പാടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല അത്. നമ്മുടെ തന്നെ ഒരു ക്രിയേഷൻ അത് വേദിയിൽ നന്നായിട്ട് അവതരിപ്പിച്ച് കാണുമ്പോൾ, ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് അത് പഠിപ്പിച്ചു കൊടുത്ത് അവർ പ്രോഗ്രാമിന് അത് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അത് നന്നായി എന്നൊരു അഭിപ്രായം കേട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അപ്പം അത് ആസ് എ ടീച്ചർ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനൊരു അവസരം ആ വഴിയിലൂടെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു പ്രത്യേക സന്തോഷമാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ, ലൈവ് പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് എബ്രോഡൊക്കെ പോകുമ്പോൾ നമുക്ക് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട്. അവരുടെ ഒരു എന്താ പറയുക, ഡിവോഷണൽ ആയിട്ടുള്ള അവരുടെ ഒരു അപ്രോച്ച്. ഇപ്പം പ്രോഗ്രാമൊക്കെ വരുമ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നൊരു സപ്പോർട്ട് വളരെ വലുതാണ്. നമുക്കറിയാം, പുറത്തോട്ടൊക്കെ പോയി കഴിയുമ്പോൾ ലൈഫ് ഭയങ്കര ഹറിബറി ഫാസ്റ്റായിട്ട് പോകുന്നൊരു രീതിയാണ്. അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ വേറെയാണ്. അവിടെ അപ്പോഴും അവരെ ആ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്കും പള്ളിയോടെടുത്തിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നുണ്ടെന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് US ഷോസിന് പോയപ്പോൾ ഒരു 10ഓളം സ്റ്റേറ്റ്സിൽ പ്രോഗ്രാമിന് പോയായിരുന്നു. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പുതിയ പുതിയ അനുഭവങ്ങളാണ്, പുതിയ പുതിയ കാഴ്ചകളാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ സ്ഥലങ്ങൾ കാണാൻ പോകും, അവിടെയുള്ള അടുത്തുള്ള പള്ളികൾ സന്ദർശിക്കാൻ പോകും. അപ്പോൾ അതൊക്കെ ഒരു നല്ല നല്ല ഓർമ്മകളാണ്. അതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ളത്. പ്രത്യേകിച്ച് ഞാൻ US പോകുന്നത് കോവിഡിന്റെ തൊട്ടു മുമ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു വലിയ ഗ്യാപ്പായിരുന്നു. നമുക്കറിയാം, കോവിഡ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് തന്നെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിന് മുന്നേ അവിടെ പ്രോഗ്രാമൊക്കെ ചെയ്ത് പോയി വരാൻ പറ്റി. പിന്നീടാണ് ഈ കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയത്. അവിടെ ഇതുപോലെ ഷോസ് ആയിട്ടാണ് പോയത്. ചേർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിനായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ അവിടുത്തെ ചേച്ചി, അവരുടെ മക്കള് എല്ലാവരും വളരെ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് വളരെ അതിശയത്തോടെ ഞാൻ കണ്ടു. പ്രത്യേകിച്ച് അവിടെയുള്ള ലൈഫ് സ്റ്റൈലിൽ നമ്മൾ അങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ ഇവിടെ അത് ഇനിയും കുറച്ചുകൂടെയൊക്കെ ഇനി വരുന്ന ജനറേഷനും കൊടുക്കാമെന്ന് തന്നെ എനിക്ക് തോന്നി. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ മാറി മാറി വരികയാണല്ലോ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കാണുന്ന കുറെ കാഴ്ചകളാണ്. പ്രത്യേകിച്ച് ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം കുട്ടികൾ ആ ടീനേജിലേക്ക് വരുമ്പോൾ ഉള്ള ചേഞ്ചസ്, അവരുടെ സമയം അവർ കൂടുതൽ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലേക്ക് പോകുന്ന ഒരു കാഴ്ച. അപ്പം അതൊക്കെ നമുക്ക് കുറേ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്യിച്ച് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട്, കുറച്ചുകൂടി ദൈവത്തോട് അടുപ്പിക്കാനായിട്ട് പറ്റുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ മാക്സിമം അതിലേക്കൊരു വഴിതിരിച്ച് വിടാൻ പറ്റിയാൽ വലിയ കാര്യമാണ്. പള്ളിയിലെ കൊയറിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, ഓൾട്ടർ ബോയ്സ് ആയിട്ട് കയറ്റുക, അതുപോലെ സംഘടനകളിൽ KCS, CLC പോലുള്ള സംഘടനകളിലൊക്കെ പങ്കെടുപ്പിക്കുക. അപ്പം അതൊക്കെ ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നുന്നു. അപ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കാണെങ്കിലും ആ ഒരു രീതിയിലൊരു മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു കാഴ്ചകൾ അത് എന്നെ ഇൻസ്പയർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം.
വളരെ ചെറുപ്പകാലം തൊട്ടേ കലോത്സവ വേദികളിൽ വളരെ സജീവമായിട്ട് നിന്നിരുന്ന ഒരാളാണ് ഞാൻ. സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടം തൊട്ട് മത്സരങ്ങളിൽ എല്ലാ വർഷവും പങ്കെടുക്കാൻ പോയിരുന്നു. അതിൻ്റെ ഒരു ടെൻഷനും പ്രഷറും ഒക്കെ ആ സമയത്ത് വളരെയധികം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മത്സരത്തിന് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴും അത് വിട്ടുമാറാതെ എന്നിലുണ്ട് എന്നുള്ളതാണ്. കാരണം റോള് മാറിയെന്നേ ഉള്ളൂ. ആസ് എ ടീച്ചർ നമ്മൾ പഠിപ്പിച്ച് തയ്യാറാക്കി സ്റ്റേജിലോട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികൾ പെർഫോം ചെയ്യുന്ന സമയത്തെല്ലാം നമ്മളാണ് ടെൻഷൻ അടിക്കുക അല്ലേ. പക്ഷെ അവർ നന്നായിട്ട് പെർഫോം ചെയ്ത് സമ്മാനമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ നല്ല സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. പക്ഷെ ഇപ്പൊ കാണുന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികളുടെ പേരൻസ് കൂടുതൽ പ്രഷറൈസ് ചെയ്യുന്ന കാണാറുണ്ട്. അവരെ ഓരോ മേഖലയിലേക്ക് തിരിച്ചുവിടുമ്പോൾ സമ്മാനം കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിലുള്ളൊരു പ്രഷർ, അത് ആ കുട്ടികളിലെ ഒരു കോൺഫിഡൻസ് വീണ്ടും കുറച്ച് കളയുന്നു എനിക്ക് തോന്നുന്നു. കാരണം അവർ ആവശ്യമില്ലാതൊരു ടെൻഷനിലോട്ട് കയറും. അപ്പോൾ അവർക്ക് റിലാക്സ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. നമുക്ക് അവരെ ഭംഗിയായിട്ട് ആ ഒരു ആർട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണല്ലോ ആവശ്യം. അപ്പം അതിന് വേണ്ടുന്ന ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞ ശേഷം കുട്ടികൾ കുറേയും ഈ മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലോട്ട് കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നൊരു കാഴ്ചയുണ്ട്. അപ്പം അത് ഞാനിപ്പോൾ സ്കൂളിലെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുപ്പിക്കുമ്പോൾ കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യാനൊക്കെ വിളിക്കുമ്പോൾ അവർ അത് വേണ്ട വിധത്തിൽ ആർട്ടിനുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഈ ഗെയിം കളിക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ കൂടുതൽ സമയം, സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചെലവഴിക്കുക, അങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോകുന്നൊരു പ്രവണത കാണുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറേയൊക്കെ അവർക്ക് അവരുടെ ഈ ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡാൻസോ പാട്ടോ ഇൻസ്ട്രുമെന്റ്സോ ഡ്രോയിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിപ്പിക്കാനായിട്ട് വിട്ടാൽ, ചെറുപ്രായത്തിൽ തന്നെ ആ ഒരു വഴിയിലോട്ട് വിട്ടു കഴിഞ്ഞാൽ അവർ ആ ഒരു മേഖലയിൽ കുറെ കൂടി ശോഭിച്ചു വരാനും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് അതിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ കൂടുതലും സ്കൂളിൽ അങ്ങനെ ശ്രമിക്കാറുണ്ട്. കുട്ടികളെ ഇതിലോട്ട് കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാൻ, ആർട്ടിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നല്ല മാറ്റങ്ങൾ കാണാറും ഉണ്ടെന്നുള്ളതാണ്. കാരണം കുട്ടികൾക്ക് നല്ലൊരു ഡിസിപ്ലിൻ വരും, കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് അവരുടെ ടൈം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് പേര് ഇപ്പം എൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾ, ഇപ്പം ക്രിസ്റ്റോ സേവിയർ മ്യൂസിക് ഡയറക്ടർ, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. അപ്പം അവനത് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിലൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചു, അതിനൊരു കാരണമായി എന്നുള്ളത്, അവനൊരു സ്പാർക്ക് ഉണ്ടാവാനായിട്ടുള്ളൊരു ഹെൽപ്പ് നമ്മൾ ചെയ്തു എന്നുള്ളത് അതൊരു വലിയ സന്തോഷമാണ്. കാരണം സംഗീത മേഖലയിലേക്ക് തന്നെ ആ കുട്ടിക്ക് പോകാൻ പറ്റി, നല്ല രീതിയിൽ എക്സൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതുപോലെ വേറെയും കുറെ മ്യൂസീഷ്യൻസ് ചെയ്തു വരുന്നുണ്ട്. ഓർക്കസ്ട്ര, കീബോർഡ്, പിയാനോ ഒക്കെ വായിക്കുന്ന കുട്ടികൾ നല്ല രീതിയിൽ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വലിയ സന്തോഷമാണ്. അപ്പൊ അവർക്ക് അതൊരു ഓപ്പണിംഗ് ആയിട്ട് മാറുകയാണ് സ്കൂൾ ലൈഫിൽ തന്നെ. അപ്പം മാക്സിമം നമുക്ക് അതിനെ എൻകറേജ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീത ലോകത്തോട്ട് കടന്നു വന്ന ഒരാളാണ് ഞാൻ. അതിന് ഒരു കാരണം, ഫ്രീ ടൈം ഉള്ള സമയത്തെല്ലാം വീട്ടില് പാട്ടുകൾ വെക്കുക എന്നുള്ളതൊരു പതിവാണ് എൻ്റെ പേരൻസിന്. പ്രത്യേകിച്ച് അച്ഛയ്ക്ക് പഴയ പാട്ടുകൾ, ഹിന്ദി പാട്ടുകൾ, മലയാളം എല്ലാം ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മനസ്സിലിങ്ങനെ കയറും അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല സിംഗേഴ്സിന്റെ പാട്ടുകൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ട് ആ പ്രായത്തിൽ തന്നെ. ജാനകി അമ്മ, ചിത്രേച്ചി, സുശീലമ്മ, ലതാജി, ആശാജി, ഇങ്ങനെയുള്ളവരുടെ പാട്ടുകൾ. അതില് ജാനകി അമ്മയുടെ വാഴ്ത്തിടുന്നിത എന്നുള്ള പാട്ട് എപ്പോഴും ഞാൻ പ്രോഗ്രാമിന് പാടാറുള്ളൊരു പാട്ടാണ്. വാഴ്ത്തിടുന്നിതാ സ്വർഗനായക, കാത്തുകൊള്ളുക നീ സർവദായക, വിണ്ണിൽ വാഴും നിന്റെ രാജ്യം വന്നിടേണമേ, മധുരം നിന്നാമം പാവനം, വാഴ്ത്തിടുന്നിതാ സ്വർഗനായക.
അതുപോലെ തന്നെ ലതാജിയുടെ പാട്ടുകൾ. नैनों में बदरा छाए, बिजली से चमके आए, ऐसे में बलम मोहे गरवा लगा ले. नैनों में बदरा छाए, बिजली से चमके आए, ऐसे में बलम मोहे गरवा लगा ले. नैनों में बदरा छाए. ലതാജിയുടെ പാട്ടുകൾ വെച്ചിട്ട് ഒരുപാട് ഷോസ്, ഹിന്ദി സോങ്സിന്റെ ഷോസ് ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്നതാണ് ആ പാട്ടുകളൊക്കെ. പ്രത്യേകിച്ച് ഇത് മദൻ മോഹൻ സാറിന്റെ ആണ്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറാണ് മദൻ മോഹൻ സാർ. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല നല്ല പാട്ടുകാരുടെ പാട്ടുകൾ കേട്ട് അതിനൊരു വലിയ അനുഭവമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ. കാരണം അവരുടെ പാട്ടുകളിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അവരുടെ റെൻഡറിങ്, അവരുടെ ഉച്ചാരണം, അവരുടെ മോഡുലേഷൻസ്, അങ്ങനെ ഒരുപാട് എന്നെ ഇവരുടെ പാട്ടുകളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാംസും ഗാനമേളാസും എല്ലാം കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ സ്കൂളിലെ വർക്ക്, അതുപോലെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് റെവിൻ ജോർജ്. റെവിൻ്റെ മേഖല IT ആണ്. അതിൽ നല്ല വർക്ക് ലോഡ് ഉള്ളതാണ്. എന്നാലും പാട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് റെവിൻ. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇപ്പം നമുക്കറിയാം എല്ലാം സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു ലൈഫാണ് നമ്മുടെ. അപ്പം അതിൽ എനിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. എൻ്റെ ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരാനും, പാട്ടുകൾ സെറ്റ് ചെയ്ത് തരാനും, കരോക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ മക്കള് 2 പേര് ആൺകുട്ടികളാണ്, ജോർജും മാനുവലും. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പുറത്ത് ഷോസിനൊക്കെ പോകുമ്പോൾ കുറെ ദിവസങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ ചെറിയ പ്രായമാണെങ്കിൽ പോലും അവര് അതിനോട് വളരെയധികം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. 6ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലൊക്കെ ആയിട്ടുള്ളൂ കുട്ടികൾ. അപ്പോൾ അവര് പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും, വിശേഷങ്ങൾ ചോദിക്കും, ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളുടെ വീഡിയോസ് നോക്കും. പ്രത്യേകിച്ച് എൻ്റെ മക്കള് അതൊക്കെ കണ്ട് അഭിപ്രായങ്ങൾ പറയും. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അവരത്ര ഇൻട്രസ്റ്റ് അതിൽ കാണിക്കുന്നുണ്ടല്ലോ. പാട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് 2 പേരും. അതിൽ മൂത്ത ആൾക്ക് കുറച്ചും കൂടി ഡ്രംസ് ഒക്കെ വായിക്കാനൊക്കെ ഇഷ്ടമാണ്. ഇളയ മോൻ കുറച്ചുകൂടി പാട്ട് പാടാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇവരൊക്കെ പാടി കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ഒരു മടിയാണ്. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ സ്റ്റൈലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഏതായാലും നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ ഇൻലോസ് ആയാലും ഇപ്പോഴും എൻ്റെ പേരൻസും ഞങ്ങൾ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ കുട്ടികളെ ചിലപ്പോൾ അവിടെ ആക്കേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ കൂടെ വരേണ്ടി വരും. അപ്പം എല്ലാം കൊണ്ടും അതൊരു വലിയ ദൈവാനുഗ്രഹമാണെന്ന് കരുതുകയാണ്. കാരണം അത്രയും നല്ല ഒരു സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയിലേക്ക് തന്നെ എനിക്ക് ചെല്ലാൻ പറ്റുകയും അവരുടെ എല്ലാവരുടെയും ഒരു സഹകരണത്തോടു കൂടി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരുപാട് ദൈവ അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒട്ടും ഇങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ട് പോകുന്ന ഒരു കാര്യങ്ങളല്ല എൻ്റെ ലൈഫിൽ. ഇപ്പം പ്രത്യേകിച്ച് എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒട്ടുമേ പ്രതീക്ഷിച്ചതല്ല ഒരു ടീച്ചിങ് പ്രൊഫഷനിലോട്ട് ഞാൻ വരുന്നൊന്നും. പക്ഷെ അത് മ്യൂസിക്കിൽ തന്നെ ഒരു ടീച്ചറായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റി. അതുപോലെ ഈ ഒരു സാഹചര്യത്തില് പ്രോഗ്രാമുകളും റെക്കോർഡിങ്ങുകളും ഒക്കെ ആയിട്ട് സജീവമായിട്ട് തന്നെ പോകാനായിട്ട് സാധിക്കുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്, ഒരു ബ്ലെസ്സിങ് ആണ് അത് തീർച്ചയായിട്ടും. അതിന് ദൈവം എന്നെ തിരഞ്ഞെടുത്തത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുകയാണ്. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും പ്രോത്സാഹനവും കൂടെയുണ്ട്. ഇനിയും തീർച്ചയായിട്ടും അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം അത് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. നമുക്ക് എപ്പോഴുള്ളൊരു ഒരു മോട്ടിവേഷനാണത്, ഒരു ഇൻസ്പിറേഷനാണത്. നല്ല നല്ല കമന്റ്സ് സോഷ്യൽ മീഡിയയിലും ഒക്കെ ഓരോ പാട്ടുകൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട്. ചിലർ വിളിച്ച അഭിപ്രായം പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു
വലിയ സന്തോഷമാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിലും അതുപോലെ നല്ല നല്ല ദൈവാനുഗ്രഹങ്ങളും ദൈവാനുഭവങ്ങളും നിറഞ്ഞു നിൽക്കട്ടെ, ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.